ഷൈബു മഠത്തിൽ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്കും ഈ മുന്നണിയിൽ അത്ര വിശ്വാസം ഉണ്ടാകാതിരിക്കുന്നത്? ഇപ്പോൾ പഞ്ചാബിൽ നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഡൽഹിയിലെ കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ ഒരു മുന്നണി സംവിധാനമാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ പറ്റില്ലല്ലോ എന്തായാലും. മഞ്ജുഷ്, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിലാണ്. ഞങ്ങൾ ഇന്ത്യ സഖ്യം തകർന്നു എന്നൊന്നും വിചാരിക്കുന്നില്ല. ഇത് ബി ജെ പിക്കെതിരായ ഒരു സഖ്യം ആയിട്ട് നമ്മളങ്ങനെ അത്രയും ചുരുക്കേണ്ടതില്ല. അതായത് ഇന്ത്യയിലെ മതേതര കക്ഷികളെല്ലാം, ഇന്ത്യയിലെ 70% വോട്ടർമാരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടികൾ ഒരുമിച്ച് ഇന്ത്യയിലെ ഭരണം വഴിതെറ്റിപ്പോകുന്നതിന് തടയുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നതിനെയൊക്കെ തടയുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇതിന് ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു സഖ്യമാണ്. പിന്നെ വിവിധ പാർട്ടികൾ ചേരുന്ന ഒരു സഖ്യമാണ്, വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഇവരിൽ പലർക്കും മുന്നണി സംവിധാനം പരിചയമുള്ളവരുമല്ല. അതുകൊണ്ട് അത് ഈവൻലെസ് ആയിരിക്കും, വളരെ സ്മൂത്ത് ആയിരിക്കും, എളുപ്പത്തിൽ നടക്കുമെന്ന് നമ്മളാരും തുടക്കത്തിലേ വിചാരിച്ചിട്ടില്ല. ശ്രീ നിതീഷ് കുമാറിൻ്റെ പാർട്ടി വിട്ടുപോയതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് കാരണമായത്. അദ്ദേഹം വിട്ടുപോയതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം അദ്ദേഹം ഇതിനു മുമ്പും ഈ ചാഞ്ചാട്ടം കാണിച്ചിട്ടുള്ളയാളാണ്. ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഡൽഹിയിൽ 7 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഡൽഹിയിൽ 7 സീറ്റാണുള്ളത്. ഈ 7 സീറ്റിൽ കോൺഗ്രസുമായിട്ട് ഏതാണ്ടൊരു ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഏതാണ്ടൊരു കൺസെൻസസിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈനൽ കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഡൽഹിയിലെ 7 സീറ്റിലും ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ പറ്റും, 7 സീറ്റും വിജയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പി തോൽപ്പിക്കൽ സത്യത്തിൽ സഖ്യമായി മത്സരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഡൽഹിയിൽ. പക്ഷേ പഞ്ചാബിലെ കാര്യം വ്യത്യസ്തമാണ്. കാരണം പഞ്ചാബിൽ ആകെ 13 സീറ്റാണ് ഉള്ളൂ, ലോക്സഭാ സീറ്റുകൾ. അതിൽ ആം ആദ്മി പാർട്ടി 2014 തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ 4 സീറ്റുകൾ വിജയിച്ചിരുന്നു. ഇപ്പം നിലവിലെ കക്ഷി നിലയിൽ കോൺഗ്രസ് 8 സീറ്റ്, പിന്നെ ശിരോമണി അകാലിദൾ 2 സീറ്റ്, പിന്നെ നമ്മുടെ ബി ജെ പിയും 2 സീറ്റാണ്. ബി ജെ പിക്ക് ആകെ അവിടെ 2 സീറ്റേ ഉള്ളൂ. അപ്പം 2 സീറ്റിൽ മാത്രം വിജയ സാധ്യതയുള്ളൂ. അത് വടക്കുള്ള 2 സീറ്റുകളാണ്, ഹോഷിയാർപൂറും പിന്നെ ഗുരുദാസ്പൂറും. അതിലൊന്ന് സണ്ണി ഡിയോളിൻ്റെ സീറ്റാണ്. ഒരു സിനിമാ താരമായതുകൊണ്ടാണ് 2 തവണയായിട്ട് വിജയിക്കുന്നത്. അപ്പോൾ പഞ്ചാബിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അവിടെ ഒരു സഖ്യത്തിന്റെ ആവശ്യമില്ലാതെ വരുന്നതിന് കാരണം അവരവരുടെ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ, അവരവരുടെ സീറ്റുകൾ ഉറപ്പിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് ഈ അവസരവാദ കൂട്ടായ്മയുടെ ലക്ഷ്യം. അതല്ലാതെ കേന്ദ്ര സർക്കാരിനെ, BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് രണ്ടാമതായിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ അവസരവാദക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് കോൺഗ്രസ് ആണ് ഇതിനെല്ലാം കാരണക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതും. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് നമുക്ക് അവസരവാദമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതെല്ലാം വ്യത്യസ്ത പാർട്ടികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിലേറ്റവും സുപ്രധാനമാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഈ ഡൽഹി, പഞ്ചാബ്, പിന്നെ ഹരിയാന, ഈ സംസ്ഥാനങ്ങളിൽ ഇതൊരു ഇഷ്യൂ ആവുന്നില്ല. കാരണം അവിടെ BJP തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥലം ഡൽഹിയാണ്. ഡൽഹി സഖ്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത്. അവിടെ ഞങ്ങൾക്ക് 7 സീറ്റും വിജയിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ആ സീറ്റുകളല്ല, മറിച്ച് ഹിന്ദി മേഖലയിലുള്ള പ്രധാനമായും കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ബീഹാറിൻ്റെ ഇഷ്യൂ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് നിലവിലുള്ളത് 16 സീറ്റുകളാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത്, എനിക്ക് തോന്നുന്നു, ഹിന്ദി ബെൽറ്റിലെ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതുപോലെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ. ഇതിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ ഇപ്പോഴും കോൺഗ്രസിന് നല്ല കരുത്തുള്ള, നല്ല സംഘടനാ ബലമുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തോൽവി സംഭവിച്ചുവെങ്കിലും പിന്നെ 6% വോട്ടിൻ്റെ കുറവാണ് ഇവിടെ വന്നത്, മധ്യപ്രദേശിലുണ്ടായത്. നമുക്കറിയാം, ഏതാണ്ട് 0.4% വോട്ടിൻ്റെ കുറവേ ഉണ്ടായിട്ടുള്ളൂ കോൺഗ്രസിന്. അതുപോലെ രാജസ്ഥാനിൽ നോക്കിയാൽ, രാജസ്ഥാനിൽ അവർക്ക് 0.25% വോട്ട് കൂടുകയാണ് ചെയ്തത്. BJPക്ക് കുറച്ചുകൂടി ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കോൺഗ്രസിന് വലുതായ വോട്ട് ചോർച്ചയൊന്നുമില്ല. കോൺഗ്രസിന് സംഭവിക്കുന്നത് വോട്ട് കുറയുകയല്ല, മറിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട വിന്നിംഗ് മാർജിൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മണ്ഡലങ്ങൾ ജയിക്കാൻ പറ്റാതെ പോകുന്നത്, സീറ്റുകൾ നേടാൻ പറ്റാതെ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുക.
പറയുന്നത് അവിടെ 2004 വളരെ നന്നായിട്ട് election അല്ല, engineering നിയമസഭാ ചെയ്യാൻ തെരഞ്ഞെടുപ്പുകളുടെ അറിയാം. ഏത് കാര്യമാണ്. ബൂത്തിൽ- നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിയ വോട്ടിംഗ് ശതമാന വ്യത്യാസം മാത്രമേ, വോട്ട് ഷെയർ വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്ന്. ലോക്സഭയിൽ വരുമ്പോൾ അതുപോലെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന കോൺഗ്രസിന് അതെ, ലോക്സഭയിൽ വലിയ വ്യത്യാസമുണ്ട് മനീഷ്. അത് മറന്നിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. തൂത്തുവാരുകയായിരുന്നു മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 121 സീറ്റുകളിൽ അല്ല, എത്ര അത് സീറ്റുകൾ ശരിയാണ്. കോൺഗ്രസിന് കിട്ടി? അത് ശരിയാണ്. എത്ര സീറ്റുകൾ കിട്ടി? അല്ല, അത് ശരിയാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഓരോ സീറ്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ BJPക്ക്. ബാക്കി എല്ലാ സീറ്റും അവർ വിജയിക്കുകയാണ്. അവർക്ക് 50%-ലേറെ വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം അത് മാത്രമല്ല, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഛത്തീസ്ഗഡ്, കാര്യമാണ്, ഈ ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഇവിടെയൊക്കെ കാര്യമല്ല. അങ്ങനെയാണ്. 2024 ഹിമാചൽ- കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ സീറ്റുകൾ ഇങ്ങോട്ട് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കൂ. അത് പോസിബിളായ കാര്യമാണ്. പക്ഷേ ആ പോസിബിലിറ്റി എത്ര മുന്നണികൾ, എത്ര പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു, ഇതിൽ 28 പേരെ ഇപ്പോൾ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾ പോയി എന്നുള്ളതല്ല. മറിച്ച് എന്ത് സ്ട്രാറ്റജിയോട് കൂടിയാണ് നിങ്ങൾ ഇലക്ഷനെ നേരിടുന്നത്? അത് ഈ മുന്നണി വരുന്ന മാസങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? എന്ത് ഇഷ്യൂസ് ആണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്? എന്താണ് ചർച്ചാ വിഷയമാക്കുന്നത്? BJP ചർച്ചാ വിഷയമാക്കുന്ന വിഷയങ്ങൾക്ക് ബദലായി ജനകീയ വിഷയങ്ങൾ എന്താണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നതെന്ന് അനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് അല്ലല്ലോ ഈ വർഷം ആവർത്തിക്കുക. ഇത് വേറെ തെരഞ്ഞെടുപ്പാണ്, സാഹചര്യം വേറെയാണ്. അത് BJPക്ക് അനുകൂലമാണെന്ന് തോന്നലുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വിജയം കൊണ്ടും ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ കാര്യം കൊണ്ടും അവർക്ക് സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ജനങ്ങൾ അതുകൊണ്ടല്ല, അത് വെച്ചല്ല വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ചാ വിഷയമാണ്.